നമുക്ക് ടോണിയെ കുളിപ്പിച്ചാലോ? നമ്മളിതിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ അങ്ങോട്ട് പോകും. നമ്മൾ ഷാമ്പു ഒഴിച്ച് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇത് ദേഹമൊക്കെ ഒന്ന് പതപ്പിച്ച് നമുക്ക് ആദ്യം ഫുള്ളായിട്ടൊന്ന് അവനടങ്ങി ഷാമ്പു ഒഴിച്ച് ഭയങ്കര കുടുംബമാണ് കേട്ടോ. നമ്മൾ കുളിപ്പിക്കുന്ന അവനിഷ്ടമല്ല, നമുക്ക് കുളിപ്പിക്കാമല്ലോ. മുഖത്തൊക്കെ വെള്ളം വീഴുമെന്ന് വെച്ചിട്ട് അവൻ തൊടാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ മുഖത്തോട്ടൊന്നും തൊടാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ മുഖവും ചെവിയൊക്കെ നമ്മൾ കുളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവൻ മുരണ്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നൊക്കെ തരും, ഒന്നും ചെയ്യാനൊക്കെ തരും. അല്ല നമ്മളിങ്ങനെ വെള്ളം കോരി ഷാമ്പുവും തേച്ചിട്ട് വെള്ളം കോരി അവന് ഭയങ്കര ദേഷ്യമാണ് കുളിപ്പിക്കുന്ന കാര്യം. ബാക്കിയെല്ലാം അവന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുളിപ്പിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, കുട്ടികളൊക്കെ വന്നിരിക്കുന്നല്ലേ. ടോണി അടങ്ങി നിൽക്കൂ. ടോണിക്കുട്ടാ അടങ്ങി നിൽക്കതാ. ഷാമ്പൂ ഒക്കെ ഒന്ന് പോട്ടടാ. ഇവിടെ നല്ല സുന്ദരനായി, പക്ഷെ കേൾക്കത്തില്ല. കുറച്ച് നേരം ഒന്നും അടങ്ങി മര്യാദയ്ക്ക് നിൽക്കത്തില്ല. എന്ത് ചെയ്യാൻ? എന്നെ ചവിട്ടി കൊല്ലല്ലേ. അടങ്ങി നിൽക്കടാ. അപ്പോൾ ടോണിയുടെ കുളിപ്പിപ്പ് കണ്ടല്ലോ നിങ്ങൾ. ഇനി ഇതിങ്ങനെ കുടഞ്ഞ് അവിടെ എല്ലാം സോപ്പും പതയൊക്കെ ആയിട്ട് കിടക്കാൻ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് അവന് ചായ വെള്ളമൊക്കെ കൊടുത്ത് അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. കൂട്ടിൽ കയറ്റട്ടെ. ഒരു ബൈയാണ് എന്നുണ്ട്. കുടഞ്ഞ് ഇച്ചിരി കൂടെയൊക്കെ ഒഴിക്കാറുണ്ട് വെള്ളം. നല്ലപോലെ സോപ്പും പത എന്നാലും പോയി, ഒരുവിധമൊക്കെ പോയി. നമ്മുടെ ഈ ഷാമ്പു നല്ലതാണ്. ഇത് ഞാൻ കാണിച്ചില്ലേ, ഈ ഷാമ്പുവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഉണ്ട് ഹിമാലയയുടെ നല്ല ഷാമ്പുവാണ്. നമുക്ക് അതിൻ്റെയൊക്കെ ഈ അല്ലാതുള്ള എന്തെങ്കിലുമൊക്കെ ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനും നല്ല നീറ്റായിട്ട് ഇരിക്കും. ഒരു പ്രത്യേകിച്ച് ഒരു മണോ ഒന്നും വരത്തില്ല അവൻ്റെ ദേഹത്തൊന്നും. നല്ല വൃത്തിയായിട്ട് ഞാൻ ഒരു 8 ദിവസം 10 ദിവസമൊക്കെ കൂടുമ്പോഴാണ് കുളിപ്പിക്കുക. അത്രയും ദിവസം കൂടുമ്പോഴേ നമ്മൾ ഡോഗിനെ കുളിപ്പിക്കാവുന്നതാണ് ഡോഗിൻ്റെ ഡോക്ടർ പറഞ്ഞു. അവൻ നാടനാണ് എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ എല്ലാ രീതികളും കണ്ടു തന്നെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ കുഞ്ഞു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. താങ്ക് യു.